2026 കേരള നിയമസഭയിലേക്ക് നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൻ്റെ പുതിയ സർവേ കൂടി പുറത്തു വന്നിരിക്കുകയാണ്. സക്ട താജ ഒപ്പീനിയൻ പോൾ സർവേയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സർവേയിൽ ഓരോ ജില്ലയിലും ഓരോ മുന്നണികൾക്കും വിജയസാധ്യതയുള്ള സീറ്റുകളാണ് പറയുന്നത്. സക്ട താജ ഒപ്പീനിയൻ പോൾ സർവേയിലെ ആദ്യത്തെ ജില്ല കാസർഗോഡാണ്. കാസർഗോഡ് ജില്ലയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ LDFും 3 സീറ്റുകൾ വരെ UDFും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല കണ്ണൂരാണ്. കണ്ണൂർ ജില്ലയിൽ 11 സീറ്റുകളാണുള്ളത്. 11 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ LDFും 7 സീറ്റുകൾ വരെ UDFും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല വയനാടാണ്. വയനാട് ജില്ലയിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 3 സീറ്റും UDF നേടാനാണ് സാധ്യത എന്നാണ് സക്ട താജ ഒപ്പീനിയൻ പോൾ സർവേയിൽ പ്രവചിക്കുന്നത്. അടുത്ത ജില്ല കോഴിക്കോടാണ്. കോഴിക്കോട് ജില്ലയിൽ 13 സീറ്റുകളാണുള്ളത്. 13 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ LDFും 8 സീറ്റുകൾ വരെ UDFും 1 സീറ്റ് BJPയും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല മലപ്പുറമാണ്. മലപ്പുറം ജില്ലയിൽ 16 സീറ്റുകളാണുള്ളത്. 16 സീറ്റുകളിൽ 6 സീറ്റുകൾ വരെ LDFും 10 സീറ്റുകൾ വരെ UDFും നേടാനാണ് സാധ്യത. സക്ട താജ ഒപ്പീനിയൻ പോൾ സർവേയിലെ അടുത്ത ജില്ല പാലക്കാടാണ്. പാലക്കാട് ജില്ലയിൽ 12 സീറ്റുകളാണുള്ളത്. 12 സീറ്റുകളിൽ 5 സീറ്റുകൾ വരെ LDFും 7 സീറ്റുകൾ വരെ UDFും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല തൃശ്ശൂരാണ്. തൃശ്ശൂർ ജില്ലയിൽ 13 സീറ്റുകളാണുള്ളത്. 13 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ LDFും 7 സീറ്റുകൾ വരെ UDFും 2 സീറ്റുകൾ വരെ NDAയും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല എറണാകുളമാണ്. എറണാകുളം ജില്ലയിൽ 14 സീറ്റുകളാണുള്ളത്. 14 സീറ്റുകളിൽ 7 സീറ്റുകൾ വരെ UDFും 7 സീറ്റുകൾ വരെ LDFും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ഇടുക്കിയാണ്. ഇടുക്കി ജില്ലയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ LDFും 3 സീറ്റുകൾ വരെ UDFും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല കോട്ടയമാണ്. കോട്ടയം ജില്ലയിൽ 9 സീറ്റുകളാണുള്ളത്. 9 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ LDFും 6 സീറ്റുകൾ വരെ UDFും നേടാനാണ് സാധ്യത. സക്ട താജ ഒപ്പീനിയൻ പോൾ സർവേയിലെ അടുത്ത ജില്ല ആലപ്പുഴയാണ്. ആലപ്പുഴ ജില്ലയിൽ 9 സീറ്റുകളാണുള്ളത്. 9 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ LDFും 4 സീറ്റുകൾ വരെ UDFും 1 സീറ്റ് NDAയും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല പത്തനംതിട്ടയാണ്. പത്തനംതിട്ട ജില്ലയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ LDFും 3 സീറ്റുകൾ വരെ UDFും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല കൊല്ലമാണ്. കൊല്ലം ജില്ലയിൽ 11 സീറ്റുകളാണുള്ളത്. 11 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ LDFും 7 സീറ്റുകൾ വരെ UDFും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം ജില്ലയിൽ 14 സീറ്റുകളാണുള്ളത്. 14 സീറ്റുകളിൽ 5 സീറ്റുകൾ വരെ LDFും 9 സീറ്റുകൾ വരെ UDFും നേടാനാണ് സാധ്യത. കേരള നിയമസഭയിലെ ആകെയുള്ള 140 സീറ്റുകളിൽ LDF 52 സീറ്റ് വരെയും UDF 84 സീറ്റ് വരെയും NDA 4 സീറ്റുകൾ വരെയും നേടാനാണ് സാധ്യത.